ഇടയ്ക്കിടയ്ക്ക് അപ്പോ അപ്പോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാ ഇപ്പോഴും അപ്പം വരുന്നുണ്ട്. ഇത് അതൊന്ന് അപ്പം അപ്പൊ വരുന്നു, എന്ത് ചെയ്യാനാ? എന്നാലും വരുന്നു. അത് പറയാൻ എനിക്ക് വരുന്നില്ല. അപ്പം വരുന്നു. അപ്പൊ ഓക്കെ, ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ബോഡിയിലെ ഫേസിലേക്ക് ടാനൊക്കെ മാറ്റി നമുക്കൊരു നല്ലൊരു ഗ്ലോ തരാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അത് ഒരുപാട് ചിലവൊന്നുമുള്ള കാര്യമല്ല. നമ്മൾ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമ്മുടെ ഫുൾ ബോഡി ഫേസ് എല്ലാം നമുക്ക് നല്ല ഗ്ലോ ആക്കാൻ പറ്റും. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് എനിക്ക് നല്ലതാണെന്നോ ചീത്തയാണെന്നോ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ബൗൾ എടുക്കുക, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാത്രം എടുക്കുക. അതിനകത്തിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ കുറച്ച് കടല, കസ്തൂരി, പിന്നെ തൈര്, ഇത്രയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഫേസിന് മാത്രം യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ കുറച്ചെടുത്താൽ മതിയാകും. അല്ല ബോഡി ഫുള്ളാണെങ്കിൽ കുറച്ച് നേരം എടുക്കേണ്ടി വരും. അപ്പം ഞാനിവിടെ ഫേസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. അപ്പം കുറച്ച് കടലപ്പൊടി എടുത്ത് അതിനകത്തിലോട്ട് കുറച്ച് കേട് ആഡ് ചെയ്ത് കൊടുത്ത് അപ്പം നമ്മൾ തക്കാളിയുടെ നീര് വേണം എടുക്കാം. പിന്നെ ഞാൻ കസ്തൂരി മഞ്ഞളാണ് എടുക്കേണ്ടത്, അതും എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിനകത്തിലോട്ട് കുറച്ച് തക്കാളി നീരും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒരു ഫുള്ളോ എടുക്കണമെന്നില്ല, ഹാഫ് എടുത്താലും മതി. തക്കാളി നീര് മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യാനാണല്ലോ. അപ്പം അത്ര എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. കടലപ്പൊടിയും തക്കാളി നീരും കസ്തൂരി മഞ്ഞൾ, തൈര് എന്നിവ ചേർത്തുള്ള ഫേസ് പാക്ക് ചർമ്മത്തിന് വളരെ നല്ലതാണ്. കടലപ്പൊടി ചർമ്മത്തിലെ അഴുക്കും എക്സസ് ആയിട്ടുള്ള ഓയിലും നീക്കം ചെയ്യാൻ സഹായിക്കുന്ന മികച്ചൊരു ക്ലെൻസറാണ്. തക്കാളി നീരിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി വെയിൽ കൊണ്ട് ചർമ്മത്തിലുണ്ടാകുന്ന സൺടാൻ മാറ്റാൻ നമ്മളെ സഹായിക്കും. കസ്തൂരി മഞ്ഞളിലെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരു അതിലുണ്ടാകുന്ന പാടുകളും വരാതെ നമ്മളെ സംരക്ഷിക്കും. തൈരിലെ ലാക്റ്റിക് ആസിഡ് ചർമ്മത്തെ നന്നായി മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ നമ്മളെ സഹായിക്കും. അപ്പം ഞാനിത് ഫേസിൽ നെക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബോഡി ഫുള്ള് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇത് മാത്രം ചെയ്യുന്നുള്ളൂ. കാരണം ഇവിടെ ഇരുന്നാണ് ഞാൻ ചെയ്യുന്നതുകൊണ്ട്. കാരണം ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ തറയിലെല്ലാം മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തറയിലെല്ലാം അമ്മയച്ഛനൊക്കെ ചീത്തുള്ളി അതിൽ വീട്ടുകാരെയൊന്നും വരക്കുന്നില്ലേക്കാണ് നിങ്ങൾ മേത്തൊക്കെ വേണമെങ്കിൽ അപ്പുറത്തൊക്കെ പോയി മേത്തൊക്കെ ഇടുക. അതേ തന്നെ ഫേസിലിടുവാണെങ്കിലും പുറത്തൊക്കെ പോയി ഇടാം. ഞാനിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് ചെയ്യുന്നത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇട്ടാൽ. അപ്പം ഇനിയും ഇതൊരു 15-20 മിനിറ്റ് വരെ വെക്കുക. അപ്പം ഇതൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കൈയുടെ ഇവിടോ അല്ല കൈയുടെ ഇവിടോ കഴുത്തിൻ്റെ കാതിൻ്റെ ബാക്കിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇറിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫേസിൽ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. അപ്പം ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അലർജി ഒന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിത് നേരത്തെ ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക.
ഒരു 15-20 മിനിറ്റ് ശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് ഒരുപാട് ഡ്രൈ ആവണ്ട, കുറച്ച് ഡ്രൈ ആവുന്ന വരെ വെക്കുക. ഒരുപാട് ഡ്രൈ ആവുന്ന വരെ വെക്കാതെ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ റിങ്കിൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് കുറച്ചൊന്ന് ഡ്രൈ ആകുമ്പോഴേക്കും നമുക്ക് പോയി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. നമ്മുടെ യാദവ് കൃഷ്ണന്റെ വയലിൻ വയലയാണ്. അപ്പം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഡ്രൈ ആകണം വരെ വെക്കരുത്. നമുക്ക് റിങ്കിൾസ് ഒക്കെ വരാം. അപ്പം ഒരുപാട് ഏത് ഫേസ് പാക്ക് ആണെങ്കിലും അത്രയും നേരം വെക്കുന്നത് നല്ലതായിരിക്കത്തില്ല. അപ്പം കുറച്ചൊന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മൾ പോയി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് നോക്കാമേ. നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കുറച്ച് മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കൂട്ടൊരു ടവലെടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കാണിക്കാം. അപ്പം നമുക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവും. അപ്പം അപ്പം തന്നെ നമുക്കൊരു ഗ്ലോ ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ 2 തവണയൊക്കെ ട്രൈ ചെയ്താൽ മതിയായിരിക്കും. ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കണ്ടോ, അവിടെ നമുക്ക് ഒരു ഗ്ലോ ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ കുറേ ടാനൊക്കെ അടിച്ചിരിക്കുകയായിരുന്നു. കാരണം കുറേ ദിവസമായി വെയിലൊക്കെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോകുന്നു. അപ്പം എനിക്ക് നല്ല മുഖത്ത് നല്ല ടാൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നതിന് ശേഷം ആ ഒരു ടാനൊക്കെ മാറി മുഖത്തൊരു ജീവൻ വെച്ചത് കൂട്ടായി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല റിസൾട്ട് കിട്ടും. ഏത് പാക്ക് ഇടുമ്പോഴും നമ്മൾ ഫേസിൽ മാത്രം ഇടാതെ നമ്മുടെ നെക്കിലും കൂടി ഇടാൻ നോക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫേസ് കളർ വേറെ നെക്കിലെ കളർ വേറെ ആയിട്ട് മാറും. അപ്പോൾ ഏത് പാക്ക് ചെയ്യുന്നത് അങ്ങനെ ചെയ്യണം. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസറാണോ ഉള്ളത്, ഏത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതെല്ലാം കാണാം. വിളിക്കാതെ കുറേ അപ്പങ്ങൾ കയറി വരുന്നുണ്ട്. എനിക്കറിയില്ല, എനിക്ക് അപ്പം പറഞ്ഞാലേ പറ്റുന്നുള്ളൂ. ഓക്കെ, ബൈ ഗൈസ്. ടേക്ക് കെയർ. ബൈ.